ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്മയുടെ അഹങ്കാരം കണ്ട് സഹി കെട്ടതിന് ശേഷം ആദർശ് ഉള്ള കാര്യം പറയുവാണ്. നയനയോടും അവളുടെ വീട്ടുകാരോടുള്ള നമ്മുടെ കടം ഒരു കാലത്തും തീരില്ല അമ്മയെന്ന്. അത് നീ അങ്ങനെ പറഞ്ഞതെന്ന് ദേവയാനി എന്തായാലും ചോദിച്ചു. അത് കേട്ടപ്പം അത് നയന വരച്ച ഡിസൈനിൽ കോടികളല്ലേ കമ്പനിക്ക് ലാഭം കിട്ടിയത്, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ മുത്തശ്ശി കൊടുത്ത സ്വർണം എന്ന് ചോദിച്ചപ്പം മനസ്സിലായിടാ, അപ്പം നീ തന്നെയാ റെക്കമെൻഡേഷനൊക്കെ ചെയ്തതല്ലേ അവൾക്ക് സ്വർണം കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു നിൻ്റെ ഉള്ളിലിരിപ്പല്ലേ, നീ ഇനി ഒന്നും എന്നോട് പറയാൻ നിൽക്കണ്ട, എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആദർശനോട് അമ്മ പറയുക. അതും പറഞ്ഞ് അമ്മ തലയും തിരിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ. മകനാണെങ്കിൽ സഹി കെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോരുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ അടുത്തിരുന്ന് മുത്തശ്ശൻ്റെ കൈയൊക്കെ തിരുമിയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ തീരെ വയ്യാതിരിക്കുന്ന സമയമല്ലേ. ആ ഗോവിന്ദൻ ഇപ്പോഴും പ്രതിമകളുടെ പണിയൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയാണെന്നും ഇനി അതൊന്നും വേണ്ടാന്ന് പറയാനും പിന്നെ 2 തവണ അറ്റാക്ക് വന്ന ആളല്ലേ എന്നൊക്കെ മുത്തശ്ശനോട് ഇങ്ങനെ ഇരുന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞാലും അയാൾ അതൊന്നും കേൾക്കാൻ പോകുന്നില്ല. നയനമോളുടെ അച്ഛനല്ലേ ആരെയും ആശ്രയിക്കുന്നത് അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു മുത്തശ്ശൻ. എന്ന് വെച്ച് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മുത്തശ്ശിയും പറഞ്ഞു. ഒന്നും ചെയ്യാതിരുന്നാലും പ്രശ്നമാടോ, ഞാൻ തന്നെ കമ്പനിയിലൊന്നും പോകാതെ വീട്ടിലിരുന്നപ്പോൾ അസുഖക്കാരനായില്ലേ, അത് തന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ എന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ് അങ്ങോട്ടേക്ക് കയറി വന്നു. മുത്തശ്ശ എന്നും പറഞ്ഞ് വിളിച്ച് നയനമോളുടെ അച്ഛനോട് ഇനി പ്രതിമകളുടെ പണി നിർത്താൻ ഇയാൾ പറയുമായിരുന്നു. അങ്ങനെ മുത്തശ്ശനെ അത് ആദർശനോട് പറഞ്ഞപ്പോൾ ഞാനത് പലതവണ പറഞ്ഞു നോക്കിയതാ, മാസാമാസം ജീവിക്കാനുള്ള തുക അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കാമെന്നും ഞാൻ പറഞ്ഞതാ, പക്ഷെ അതൊന്നും അവരാരും കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. നീ എവിടെ പോകണം മോനെ, ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നയനമോൾക്ക് കൂട്ടിയിരിക്കണമെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ആദർശനോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സത്യം പറയാലോ, മോളെ ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടതെന്നും അമ്മായിമ്മയും മരുമകളും കരൾ സംബന്ധമായ പ്രശ്നത്തിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ 2 പേരുടെയും പരിചരണം ഒന്നിച്ചു പോയേനേന്ന് മുത്തശ്ശൻ പറഞ്ഞു. അവൾ ഏകദേശം റിക്കവർ ആകുന്നുണ്ട് മുത്തശ്ശ, ഇനി മകരവിളക്ക് കഴിഞ്ഞാൽ ഉടനെ അവളെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ആദർശം. മകരം മംഗല്യശ്രീ ഭാഗ്യം എന്നാണ് പറയുന്നത്. അപ്പം മകരമാസത്തിൽ തന്നെ മോളെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നിങ്ങളുടെ ദാമ്പത്യ നിലയിൽ എന്തെങ്കിലും കല്ലുകടി ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ജീവിക്കാൻ നോക്കാൻ പറഞ്ഞു മുത്തശ്ശൻ. ഇപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ മുത്തശ്ശ എന്നും ആദർശ് പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ദാമ്പത്യം തുടങ്ങിയോന്നോ ഞങ്ങൾക്കൊക്കെ സംശയമാണ് എന്ന് മുത്തശ്ശി പറഞ്ഞു. അതുകൊണ്ടല്ലേ ഇവനന്ന് ഹണിമൂൺ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തത്, അത് നടക്കാതെ പോയില്ലേ എന്ന് മുത്തശ്ശൻ അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു. ഇനി ഞങ്ങളുടെയൊക്കെ സുഖവും സന്തോഷവും മുന്നിൽ കാണാതെ നയനമ്മയുടെ കാര്യങ്ങളാണ് മോൻ നന്നായി നോക്കേണ്ടതെന്ന് പറയുമ്പോൾ അത് മുത്തശ്ശൻ പ്രത്യേകിച്ച് പറയണ്ട, ഞാൻ കണ്ടറിഞ്ഞെല്ലാം ചെയ്തോളാം മുത്തശ്ശ എന്ന് പറഞ്ഞു ആദർശ്. മോളെ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ നീ കൊണ്ടുപോയിക്കോ, ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് വേറെയും പെണ്ണുങ്ങളുണ്ടല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. മോളിങ്ങോട്ട് വരാനായിട്ട് കാത്തിരിക്കുവാ ഇവിടെയുള്ള ചിലർ അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടേ. അങ്ങനെയുള്ളവർക്ക് ഒരു പാഠമായിരിക്കണം അതെന്ന് അമ്മ പറയുമ്പോൾ അത് ശരിയാ. ഇനി അടുക്കള പണിയുടെ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് മീനാക്ഷിയോട് സ്ഥിരമായിട്ട് വരാൻ പറയാം, അല്ലെങ്കിൽ അടുക്കള ജോലിക്ക് വേറെ ആളെ വയ്ക്കാം. എന്തായാലും മോളെ ഇനി കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അത് മുത്തശ്ശനും മുത്തശ്ശിയും എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതിയെന്ന് ആദർശ് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയ ആദർശ് തിരിച്ചു വന്നിട്ട് അല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും എന്തെങ്കിലും വാങ്ങാനുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നും വാങ്ങാനില്ല, നീ നയനമോൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പോയി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ശരി മുത്തശ്ശ എന്നും പറഞ്ഞ് ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വീണ്ടും അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അഭി ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ അഭി ഇങ്ങനെ മുഖം തെളിയുന്നേ ഇല്ല, അഭിയുടെ കടന്നൽ കുത്തിയതുപോലെ മുഖം ഇരിക്കുന്നത്. അപ്പോൾ അതെ ജലജ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, ജലജയുടെ അടുത്തേക്കാണ് വരുന്നത്. അപ്പോൾ അഭി ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കേടാ നിൻ്റെ ഭാര്യ ഇവിടെ പോയതാണെന്ന് ചോദിച്ചു. എനിക്കറിയത്തില്ല, അവൾ അവളുടെ തോന്നിയ പാടെ നടക്കുമല്ലേ, അപ്പം നടക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, നടന്നിട്ട് അവൾ എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞ് നാവ് വായിലേക്ക് ഇട്ടില്ല, ദേ കയറി വരുന്നു നവ്യ. വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നേരത്തേക്ക് 2 എണ്ണങ്ങളും കൂടെ അവിടെ നിൽക്കുക കേട്ടോ. നവ്യക്കാണെന്നുണ്ടെങ്കിൽ ആകെ സങ്കടവും വിഷമവും ദേഷ്യവും എല്ലാം കൂടെ കാരണം നവ്യയുടെ മുഖമൊക്കെ വല്ലാതെയായിട്ടാണ് കയറി വരുന്നത്. ഇവരെ കണ്ടപ്പോഴത്തേക്ക് നവ്യ അവിടെ നിന്ന് 1 മിനിറ്റ് ആലോചിച്ചു, ഇവരെ കണ്ട് മൈൻഡ് ചെയ്യാതെ കയറി പോകുക. അപ്പോൾ ഹലോ, ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ആരോടും പറയണ്ടെന്നായല്ലേ എന്ന് ജലജ നവ്യയോട് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം, ഞാൻ പോകുന്നത് കൊണ്ട് ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, പോയിട്ട് തിരിച്ചു വരുന്നതല്ലേ വിഷമം എന്ന് നവ്യ ഇവരോട് തിരിച്ചും ചോദിച്ചു. എത്ര കൃത്യമായിട്ട് അവൾ കാര്യം പറഞ്ഞതെന്ന് മനസ്സിൽ ജലജ നേരം പറയാം. അതെ, അമ്മയോടും മോനോടുമായിട്ടൊരു കാര്യം പറയാം, ഇനി ഞാനും എൻ്റെ അനിയത്തിയും ഈ വീട്ടിൽ നിന്ന് പോകുമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മയും മോനും കൂടെ കണ്ണും വീഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അപ്പോഴേക്കും ദേ വരുന്നു അനാമിക ഈ സംസാരം കേട്ടുകൊണ്ട്. അയ്യോ, അനാമികയാണെങ്കിൽ പല്ലും കടിച്ച് പിടിച്ചാ വരുന്നത്. അപ്പം നിന്നോടൊക്കെ പോകണമെന്ന് ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ തന്നെ പറഞ്ഞാൽ നീയൊക്കെ പോകുമോ എന്ന് ജലജ ചോദിച്ചപ്പോൾ പറഞ്ഞാലും ഇനി പോവില്ലെന്നാ പറഞ്ഞത്. പുറത്ത് പോയിട്ട് നല്ല ഭൂമിയിലാണല്ലോ കയറി വന്നിരിക്കുന്നതെന്ന് നമ്മുടെ അനാമിക പറഞ്ഞപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അടി വരുന്നത്.
ഓ, അവിടെ ഉണ്ടല്ലോ 2-3 സാധനങ്ങൾ, മോളെ തിളപ്പിച്ച് വിട്ടതായിരിക്കും അല്ലേ എന്ന് അനാമിക ചോദിക്കുക. മക്കളെ കോടീശ്വരന്മാരുടെ കുടുംബത്തിലേക്ക് പറഞ്ഞു വിടണമെന്ന് ആഗ്രഹിക്കുന്ന വഴിതെറ്റിയ ഒരു അമ്മ എന്ന് പറയുമ്പം എൻ്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് നവ്യ ഇവളുടെ നേരെ തിളച്ചങ്ങ് ചെന്നു. അങ്ങനെ വഴിതെറ്റിയ ഒരു അമ്മയുടെ മകളായിരിക്കൂടി നീ. അതുകൊണ്ടാണ് നിന്റെ നാവിന്ന് നല്ലതൊന്നും വരാത്തതെന്ന് നവ്യ പറഞ്ഞപ്പം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അനാമിക. അപ്പം പറഞ്ഞാലും നീ ഒന്നും ചെയ്യില്ല. നിന്റെ വയറ്റിനകത്തൊരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണമെന്ന് പറയുമ്പോൾ വയറ്റിനകത്തൊരു കുഞ്ഞ് കിടക്കുമ്പോൾ ഒരമ്മയും അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമൊന്നും ഇല്ലടി. അതെൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് അമ്മമാർക്കറിയാം കുഞ്ഞു കൂടെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം ഇവൾക്ക് വട്ടാണെന്ന് അനാമിക അഭിയോടും ജലജയോടും പറയാം. അഭിയേട്ടൻ്റെ കൈക്ക് തഴമ്പില്ലാത്തത് കൊണ്ടാണ് ഇവൾ ഇങ്ങനെ കിടന്ന് ചാടുന്നതെന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ പറഞ്ഞപ്പം അത് തന്നെ അടി എനിക്കും പറയാനുള്ളത്. ഹനി ഒരു പാവായി പോയി, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ വലിച്ച് കീറിയോനും നിന്റെ സ്വഭാവത്തിനെന്ന് പറയുമ്പം എടി ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അനി വന്ന് വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അതേസമയം നീ ഇവിടെ നിന്ന് പടിയിറങ്ങി പോയാലേ ഒരിക്കലും അഭിയേട്ടൻ പിന്നാലെ വരില്ല എന്ന് അനാമിക ഇങ്ങനെ പറയണു. അപ്പോൾ അഭി ഇങ്ങനെ നോക്കി നിൽക്കുക. നവ്യ അഭി ഒരു നോട്ടം അങ്ങ് നോക്കി. അനി വന്ന കഥയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവടി എന്ന് നവ്യയും പറഞ്ഞു. അനി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവൻ്റെ ഏട്ടനെയും വല്യമ്മയെയും ഒക്കെയാണ്. അങ്ങനെയുള്ള വല്യമ്മ അവശ്യ നിലയിൽ നിന്നെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അനി അനുസരണക്കേട് കാണിക്കാതിരുന്നതെന്ന് നവ്യ പറഞ്ഞപ്പോൾ ഇവൾ ചൂളി നിൽക്കും അവിടെ. അല്ലെങ്കിൽ നീ ഇപ്പം നിൻ്റെ വീട്ടിൽ തന്നെ നിന്നേനെ കുറേ കാലത്തേക്കെന്നും പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ നീ നിൻ്റെ വീട്ടിലേക്ക് പോയത് എന്തിനാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാവടി എന്ന് അഭി. നിൻ്റെ അനിയത്തേക്ക് കുറച്ച് പൊന്നു കിട്ടി, അതിൻ്റെ പകുതി വേണമെന്ന് പറയാനല്ലേ എന്ന് ചോദിച്ചപ്പം അതിന് തന്നെയാണ് ഞാൻ പോയത് എന്ന് നവ്യ പറഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും അന്തം വിട്ട് നോക്കും, അമ്മയും മോനും കൂടി. എൻ്റെ ഭർത്താവ് മൂർത്തീസ് ജ്വല്ലറിയിൽ സാധാ ഒരു എംപ്ലോയി ആണെന്നും അതുകൊണ്ട് അവന് സ്വർണം വാങ്ങിത്തരാനുള്ള ഗതിയൊന്നും ഇല്ല എന്നും എനിക്ക് അറിയാവുന്ന നവ്യ പറയുവാണേ. ഓ എന്നും പറഞ്ഞ് നിൽക്കുക ജലജ. അപ്പം പിന്നെ എൻ്റെ അനുജത്തിയുടെ മുന്നിൽ പോയി കൈ നീട്ടിയാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു. അവൾ ഞാൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് സ്വർണവും തരുമെന്ന് നവ്യ പറഞ്ഞു. അത് കേട്ടപ്പോൾ നാണമില്ലടി നിൻ്റെ അനുജത്തിക്ക്? മുത്തശ്ശനെയും മുത്തശ്ശിയും സ്വാധീനിച്ച് ഈ സ്വർണം മുഴുവൻ എടുക്കാനെന്ന് അനാമിക ചോദിച്ചപ്പോൾ ഒരു നാണോ ഇല്ലടി. സ്വർണം കിട്ടിയ സാധാരണ ഒരു പെണ്ണിനും പുളിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു നവ്യ. പിന്നെ നിനക്ക് നയനയെ മാറ്റി നിർത്തിയിട്ട് അവരുടെ അമ്മായിയമ്മ സ്വർണ്ണമൊക്കെ തന്നായിരുന്നല്ലോ. അപ്പം നീ കൈ നീട്ടിയല്ലേ അത് വാങ്ങിച്ചത്, അല്ലാതെ കാല് നീട്ടിയാണോ നീ വാങ്ങിയത്? അല്ലല്ലോ. ഛേ, ഇത് എന്തൊരു സംസാരമേടി ഇതെന്ന് ജലജ ചോദിച്ചപ്പം ഒരു കൾച്ചറും ഇല്ലാത്ത എൻ്റെ അമ്മായിമ്മയ്ക്ക് ഇതൊന്നും കേട്ടിട്ട് സുഖിക്കുന്നൊന്നും ഇല്ലല്ലേ എന്ന് ചോദിച്ചപ്പം നീ നിന്റെ പാട് നോക്കി പൊടി എന്ന് അഭി. ഞാൻ എൻ്റെ പാട് നോക്കി തന്നെയാണ് ഇവിടെ നിന്ന് പോയത്. ആ സമയത്ത് തടഞ്ഞു നിർത്തി വേണ്ടാത്ത വർത്തമാനം പറഞ്ഞ് അതിന് പിന്നെ എന്താ ഞാൻ മറുപടി പറയണ്ടേ? ഞാൻ മറുപടി കൊടുത്തിരിക്കുമെന്നും പറഞ്ഞ് നവ്യ പറയാം. അതിനെനിക്ക് യാതൊരു മടിയും ഇല്ലെന്നും ഇവളുമാരും അതുപോലെ അവനും കൂടി ഇങ്ങനെ ആകെ ഇങ്ങനെ നിൽക്കുക. എടി നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നയന അവളുടെ അമ്മായിമ്മ അംഗീകരിക്കാത്തത് അത് അവരുടെ ഭാഗത്തെ വലിയൊരു വീഴ്ചയാണ് എന്ന് നീ മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. ഇവളുടെ അമ്മായിക്ക് അറിയില്ല നയനയുടെ മുന്നിൽ നിൽക്കാൻ പോലും യോഗ്യതയില്ലാത്തൊരു പെണ്ണിനെയാണ് അവർ മരുമകളായിട്ട് കാണുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അനാമിക എന്ന താടകെ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി മെതിച്ചു നമ്മുടെ നവ്യ. ഇവന്റെ മുത്തശ്ശനും മുത്തശ്ശിയും വില കൂടിയ സ്വർണം നയനയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവൾക്ക് അർഹതപ്പെട്ട മുതൽ തന്നെയാണെന്ന് നവ്യ വിളിച്ചങ്ങ് പറയുന്നു കേട്ടോ. ഇവളുമാരിങ്ങനെ നോക്കി നിൽക്കുമല്ലേ. അതുകൊണ്ട് തന്നെ ഇനിയും വില കൂടിയതൊക്കെ കൊടുത്തെന്നും വരും. അതൊക്കെ കണ്ട് കണ്ണും വീഴ്ച വെള്ളം ഇറക്കിക്കൊണ്ട് നിന്നാൽ മതി നീയൊക്കെ എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് അകത്തേക്ക് കയറിപ്പോയി. നവ്യ അതും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയപ്പോൾ ഓ എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ജലജയുടെ അടുത്ത് നിൽക്കുവാണ് അനാമിക. എനിക്കും എന്നും പറഞ്ഞ് ജലജ ഇവനിങ്ങനെ ഒരു കഴുതിയായി പോയല്ലോ, പോയി തൂങ്ങിച്ചാവടാ എന്ന അമ്മ മോനോട് പറയുക. അങ്ങനെ അഭി അത് കേട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അനാമിക ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് നമ്മുടെ അനി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. അനി ഇവിടെ കണ്ടപ്പോഴത്തേനും ചെകുത്താൻ കുരിശ് കണ്ടതുപോലെ ഇറങ്ങി വരുന്നത്. ഇവിടെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ടെന്ന്. ഓ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പോൾ ഇറങ്ങി വരുന്ന അനിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ചുമ്മാ മെക്കിട്ട് കയറാൻ പാകത്തിലാണ് നിൽക്കുന്നത് അനാമികയെ ചെന്ന് കയറി വഴക്കുണ്ടാക്കുക. എടാ നീ എന്തിനാടാ ഇങ്ങനെ ആണോന്നും പറഞ്ഞ് ജീവിക്കുന്നേ, നിനക്ക് നാണോ ഇല്ലല്ലോടാ എന്ന് അനിയോട് അനാമിക പറയണം. 150 പവന ഒരുത്തിക്ക് നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും കൊണ്ടുപോയി കൊടുത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് ആദർശേട്ടൻ്റെ മിടുക്കാടാ, അങ്ങേരാ മുത്തശ്ശനെയും മുത്തശ്ശിയെയും കൊണ്ട് അവളെ സ്നേഹിപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ആദർശേട്ടൻ സ്നേഹിക്കാത്ത സമയത്തും മുത്തശ്ശനും മുത്തശ്ശിക്കും ഏട്ടത്തിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അനി. എന്നാലും ഇത്രയും സ്വർണം കൊടുക്കാനുള്ള ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുക. അവളുടെ വീട് എന്ന് പറഞ്ഞുകൂടാ, നിന്റെ ചേട്ടൻ അവൾക്കും അവളുടെ അനിയത്തിക്കും അച്ഛനും അമ്മയ്ക്കും കൂടി എടുത്തു കൊടുത്ത വീട്ടിലാണ് അവളിപ്പോൾ താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാ ഇപ്പോൾ സ്വർണം കൂടി കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും എന്ത് ചെയ്താലും അതിവിടെ ആരും ചോദ്യം ചെയ്യാറില്ല. അത് അങ്ങനെ ഏട്ടത്തിക്ക് സ്വർണം കിട്ടിയെങ്കിൽ അത് ഏട്ടത്തിയുടെ മിടുക്ക. ആ മിടുക്ക് നിനക്കില്ലാതായി പോയതിന് എൻ്റെ കുഴപ്പമാണോ എന്ന് അനി ചോദിച്ചു.
അങ്ങനെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സ്വാധീനിച്ചിട്ട് എനിക്ക് സ്വർണം പിടിച്ചു വാങ്ങേണ്ട യാതൊരു കാര്യമില്ലെന്ന് അനാമിക. പിന്നെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ആവശ്യത്തിലധികം തന്നിട്ടുണ്ടെന്നും ഇപ്പോൾ പോയി അവരോട് വിവരം പറഞ്ഞാൽ അവക്ക് കൊടുത്തതിനേക്കാളും നല്ലൊരു സ്വർണം എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വാങ്ങിത്തരും എന്ന് അനാമിക പറഞ്ഞപ്പോൾ, എന്നാൽ പോയി നീ വാങ്ങിക്ക്, എന്തിനാ നീ ഇവിടെ കിടന്ന് പരാതി പറയുന്നതെന്ന് ചോദിച്ചു അനി. എന്നാലും അത്രയും സ്വർണം കൊടുത്തതിൽ നിനക്കൊരു വിഷമമില്ലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒട്ടും വിഷമമില്ല അനാമിക. 100 പവൻ്റെ സ്വർണ്ണമല്ല, ഒരു 10 കിലോ സ്വർണം മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടത്തേക്ക് കൊടുത്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് അനി അവളുടെ മുഖത്ത് നോക്കി പറയുക. അതെ, ഏട്ടത്തിയുടെ പേരിൽ ഒരു സ്വർണ്ണക്കട എഴുതി കൊടുത്താലും അത് നല്ലതാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ എന്നും പറഞ്ഞു. നിന്നെയൊക്കെ എന്തോ തന്നവൾ മയക്കി വെച്ചിരിക്കാടാന്ന് പറഞ്ഞപ്പം, അതേടി നീ പറഞ്ഞതേ 101% സത്യം. ഏട്ടത്തിനെ മയക്കി വെച്ചിരിക്കുന്നതേ സ്നേഹം തന്ന, ആത്മാർത്ഥമായ സ്നേഹം. നിനക്കില്ലാത്തതും അത് തന്നെയാണെന്ന് പറയുമ്പം നിന്നെയൊക്കെ എങ്ങനെ സ്നേഹിക്കാനാടാ? സ്നേഹിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ശത്രുക്കളെ പോലെ തന്നെയല്ലേ നമ്മൾ ഈ വീട്ടിൽ കഴിയുന്നത്. നിന്നെ എനിക്ക് വേണ്ട. ഒരു മുറിക്കകത്ത് 2 ആയിട്ടാണ് കഴിയുന്നത്. ഈ വീട്ടിൽ അധികം ആർക്കും അറിയാനും പാടില്ലല്ലോ എന്നും അനി ഇവളോട് പറഞ്ഞു. അപ്പോഴേക്കും എന്തിനാണ് നീ അതുമാത്രം മറച്ചു പിടിച്ച് നടക്കുന്നേ? അതുകൂടി എല്ലാവരെയും കൂടി അറിയിക്കുക, എന്നിട്ട് എന്നെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്ത് എന്ന് അനാമിക പറഞ്ഞപ്പം, പോയതായിരുന്നല്ലോ, നിനക്ക് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി പോകുന്നത് എന്ന് ചോദിച്ചു അനി. അങ്ങനെ പോകുന്നില്ലെങ്കിൽ ജയിക്കുന്നതേ നിന്റെ ഏട്ടത്തിമാരായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്നെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടി അവളുമാർ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ചെയ്യുന്നതും അത് തന്നെയാ എന്ന് വെച്ച് ഞാൻ ഓടിപ്പോകാനൊന്നും പോകുന്നില്ലടാ എന്നും പറഞ്ഞ് അനാമിക വെല്ലുവിളിക്കുവാണ് അനിയെ. അതും പറഞ്ഞ് അനാമിക അങ്ങ് പോയപ്പോൾ ഈ നരകം എന്നോർത്ത് തലേ കൈവച്ച് നമ്മുടെ അനി അവിടെ നിൽക്കുക, ജീവിതം നശിച്ചല്ലോ എന്നോർത്ത്. അങ്ങനെ അതും കഴിഞ്ഞ് അനാമിക താഴേക്ക് ഇറങ്ങി വരുവാണ്. ഓരോ മുക്കും മൂലയും നടന്ന് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ദേ മകൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് അമ്മായിമ്മ അവിടെയൊക്കെ തൂത്തും തുടച്ചും കൊണ്ട് ഇരിക്കുക ജാനകി. അപ്പോൾ മോന്തയും വലിഞ്ഞു കയറി പിടിച്ച് അമ്മായിമ്മയുടെ അടുത്തേക്ക് വന്നു. മോളുടെ മുഖം വലിഞ്ഞു കയറിയിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ജാനകിക്ക് ദഹിച്ചുമില്ല. ജാനകി എന്താണെന്ന് ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയേ? മോളുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? അത് അനി അമ്മ ആ നവ്യ പറയുന്നത് കേട്ടോ? അനിയും നവ്യയും കൂടി എന്നെ ഒരുപാട് അതും ഇതും പറഞ്ഞമ്മയെന്ന് പറയുമ്പോൾ മോളെ വെറുതെ ചൊടിപ്പിക്കാൻ വേണ്ടി അവരോരോന്ന് പറയുന്നല്ലേ. മോളതൊന്നും കേട്ട ഭാവം വെക്കണ്ട. അമ്മ കേൾക്കാതിരിക്കുന്നതിനൊരു പരിധിയില്ലേ. നല്ല തൂക്കമുള്ള സ്വർണ്ണ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നയനെന്ന് പറയുന്നവൾക്ക് കൊണ്ടുപോയി കൊടുത്തത്. എന്നിട്ട് അത്രയും കൊടുത്താൽ പോരെന്ന് അവൻ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ, അതേ മോളെ ഞാൻ പറഞ്ഞത് മോളെ ചൂടാക്കാനാ അവൻ ഓരോന്ന് പറയുന്നത് എന്ന്. ദേ അതൊന്നും കേട്ടിട്ട് മോള് വെറുതെ വീട് വിട്ട് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ പിടിച്ച് നിൽക്കാൻ വലിയ പാടാ എന്നും പറഞ്ഞ് വലിയ സോപ്പിട്ട് ജലജയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, പാടാണെങ്കിൽ ഇറങ്ങി പോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി വന്നു. ആരെങ്കിലും നിന്നോട് പിടിച്ച് കെട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പം അനി, നീ നിന്റെ നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത്രയും വളർന്നൊന്നും ഞാൻ നോക്കില്ല. ഈ പ്രായത്തിലും മോളുടെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ തല്ലുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അച്ഛനും അജയനും ഇറങ്ങി വരിക. അപ്പം അമ്മ തല്ലിക്കോ, അതിനുള്ള അവകാശം എന്തായാലും അമ്മയ്ക്കുണ്ട് എന്ന് വെച്ചാൽ ഇവരുടെ സംസാരത്തിന് എൻ്റെ നാവിനെ റെസ്റ്റ് കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അനി. അപ്പോഴേക്കും അച്ഛനെ കണ്ടപ്പോൾ, ഓ വന്നല്ലോ മോനെ തോന്നു വഴിക്ക് നടത്തുന്ന ഒരു അച്ഛൻ. അപ്പം എന്താണെന്ന് അജയൻ ചോദിച്ചു. മുത്തശ്ശനും മുത്തശ്ശിയും കൂടി 100 പവൻ്റെ സ്വർണ്ണ ഈ വീട്ടിലെ മൂത്ത മരുമകൾക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറഞ്ഞു അനാമിക അച്ഛനോട്. അത്രയും കൊടുത്താൽ പോരാ, ഒരു 10 കിലോയുടെ സ്വർണ്ണമെങ്കിലും കൊടുക്കണമെന്നാണ് ഇവനും പറയുന്നതെന്ന് പറയുമ്പോൾ അജയനും അത് ശരിയാണെന്ന് പറഞ്ഞു. രണ്ടവളുമാരും അന്തം വിട്ട് കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. ഇയാക്കട്ടെ ആദ്യം 2 പൊട്ടിക്കേണ്ടതെന്ന് മനസ്സിന് അനാമിക പറയുവാണ്. അന്നേരം നയനമോൾ ഈ വീട്ടിലേക്ക് വരികയാണ് വേണ്ടത്. ഒരിക്കലും സ്വന്തം വീട്ടിൽ നിൽക്കരുത്. അതിനുവേണ്ടി തന്നെയാണ് അച്ഛനും അമ്മയും മോളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നത് എന്ന് അജയൻ ഇങ്ങനെ പറഞ്ഞപ്പം, അങ്ങനെ സന്തോഷിപ്പിക്കേണ്ട കാര്യം എന്താ? ഈ വീട്ടിലെ ഇളയ മരുമകളും നമ്മുടെ മരുമകളല്ലേ എന്ന് ജാനകി ചോദിക്കുമ്പോൾ, മരുമക്കളുടെ പ്രായം നോക്കിയല്ല വീട്ടിലെ കാരണവന്മാർ അവരെ സ്വീകരിക്കുന്നത്, അവരുടെ സ്വഭാവവും മനസ്സും അറിഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് നമ്മുടെ അജയൻ ഇങ്ങനെ പറഞ്ഞു. മൊത്തത്തിൽ അനാമികയ്ക്ക് തിരിച്ചടിയാണ്. അച്ഛനും മോനും കൂടി അനാമിക അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുക, ശരിക്കും പട്ടിയുടെ വില പോലും കൊടുക്കാതെ. ഇതൊക്കെ കണ്ട് അവർക്ക് സഹിക്കുമോ? അപ്പോൾ ഈ വീട്ടിലെ എല്ലാ ആണുങ്ങളും അമ്മയും നയനമോള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ മകൾക്ക് അതിനുള്ള അർഹതയുണ്ട് എന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ് വേണ്ടതെന്ന് അജയൻ അന്നേരം ഭാര്യയോടും മരുമകളോടും പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ടല്ലേ അച്ഛാ കാര്യമുള്ളൂ എന്ന് അനി പറഞ്ഞപ്പം, ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല, ഞങ്ങൾ മലയാളം അല്ലല്ലോ പഠിച്ചത് എന്ന് അനാമിക പറഞ്ഞപ്പം, ദേ മോളെ നയനയെ കുറ്റപ്പെടുത്തിയാൽ ഇവൻ മാത്രമല്ല ഞാനും ജയേട്ടനും ഒക്കെ അതിനെതിരെ പ്രതികരിച്ചെന്ന് വരും. കാരണം നയന മോളെ നിങ്ങൾക്കൊക്കെ കുറ്റപ്പെടുത്താനുള്ള യോഗ്യതയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്, ഏട്ടത്തിക്ക് കരൾ ദാനം ചെയ്തത് അവളാണോ എന്ന്. അത് ചോദിച്ചപ്പോൾ നിങ്ങളെന്താ പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരവസരം വന്നാൽ ഏട്ടത്തെ അത് ചെയ്തിരിക്കും, അത് അറിയാവുന്നത് കൊണ്ടാണ് ഏട്ടത്തെ ഞങ്ങൾ അമിതമായി സ്നേഹിക്കുന്നതെന്ന് നമ്മുടെ അനി പറഞ്ഞേ. പിന്നെ ചെയ്യും, അവൾ കരൾ ദാനമായി കൊടുക്കേണ്ടി വന്നാൽ അവൾ ഈ നാട് വിട്ടു പോകും എന്ന് അനാമിക നേരം പറഞ്ഞു അനിയോട്. അതെ എന്ന് ജാനകിയും, എൻ്റെ മോൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉവ്വ എന്നും പറഞ്ഞ് നിൽക്കുക അനി. എടാ നീ പുറത്തേക്ക് പോകാൻ വന്നതല്ലേ, നീ പൊയ്ക്കോ, ഇതിനൊന്നും മറുപടി കൊടുക്കാത്തതാ നല്ലത്. ഇവറ്റകളെ
കളഞ്ഞിട്ട് പോടാ എന്ന് പറഞ്ഞു. അവളുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത് അല്ലേ എന്ന് അനാമിക ചോദിച്ചപ്പോൾ അതേടി ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. ജാനകി ഒച്ച എടുത്തപ്പോഴത്തേക്കും ജാനകി അവൻ പറഞ്ഞെന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. ഇവിടുത്തെ 2 മരുമക്കളുടെ വീടാ അത്, അവിടേക്ക് അനി പോയാലിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നമ്മുടെ അജയൻ. കൊള്ളാം, അച്ഛൻ തന്നെയാ മോന് പലതിനും അവസരം കൊടുക്കുന്നതെന്ന് അനാമിക പറഞ്ഞപ്പം എന്ത് അവസരം കൊടുത്താലും ആദർശിനെ കണ്ട് വളർന്ന അനിയനാവൻ, അതുകൊണ്ട് ഇവൻ അറിയാം ശരിയും തെറ്റും എന്താണെന്ന്. ആ ബോധം എനിക്ക് നല്ലതുപോലെ ഉണ്ടെന്നും അജയൻ പറയുക കേട്ടോ. ഇവൾക്കാണ് മോള് മരുമകളായി വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് അജേട്ടൻ അറിയാമല്ലോ. കാരണം എന്തായാലും ശരി, നയനമോളെ വെറുക്കുന്ന നിന്നെയും നമ്മുടെ മരുമോളെയും സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല എന്നും പറഞ്ഞ് അജയനും അവിടുന്ന് പോയി. അനിയും അതുപോലെ തന്നെ അവിടുന്ന് പോയി. 2 പൂതനകളും കൂടി അവിടെ എങ്ങനെ നിൽക്കുവാണ്. അമ്മേ വല്യമ്മയെ മാത്രം ഓർത്തും അമ്മയെ ഓർത്തുകൊണ്ട് തല താഴ്ത്തി ഞാൻ ഈ വീട്ടിലേക്ക് വീണ്ടും കയറി വന്നത്. എനിക്കിവിടെ ഒരു സ്ഥാനമില്ല അമ്മേ, പക്ഷേ ഈ വീടുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നരകം തന്നെയമ്മേ, വലിയൊരു നരകം. എനിക്ക് വയ്യമ്മയെന്നും പറഞ്ഞ് അനാമിക മോൾ അവിടുന്ന് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജലജ വലിഞ്ഞേറി ഇങ്ങനെ നിൽക്കാം മരുമകളെ പറ്റി ആലോചിച്ചിട്ടേ. ഇത് കഴിഞ്ഞതിന് ശേഷം രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നയനയെ കാണാനായിട്ട് ആദർശ് വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ റൂമിലേക്ക് കയറി ചെന്ന് ആദർശിനെ കണ്ട് നയന ഒന്നും ഞെട്ടി. എന്ത് ഈ രാത്രിയിലൊക്കെ എന്ന് നേരം നയന ചോദിക്കും. അപ്പോൾ നിന്നെ എനിക്ക് കാണാതിരിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ വന്നതാണെന്ന് ആദർശ് പറയാം. അമ്മ ഇതൊക്കെ അറിയുന്നുണ്ടോ ആദർശേട്ടാ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മ എങ്ങനെ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചു. അതൊക്കെ അറിയിക്കാനേ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ആദർശേട്ടൻ അറിയാതെ ഫോളോ ചെയ്യുന്നവർ പോലും ഉണ്ടാകും, പ്രത്യേകിച്ച് അഭി. അവൻ ഫോളോ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, മലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുക. എന്നിട്ട് അവനിപ്പോൾ വ്രതം തെറ്റിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. കമ്പനി ചെന്നപ്പോൾ മാനേജർ പറഞ്ഞായിരുന്നു അവനേതോ പെണ്ണുമായിട്ട് കറങ്ങുന്നതൊക്കെ കണ്ടൂന്ന്. അയ്യോ അതൊക്കെ ചെയ്യാൻ പാടുള്ളതാണോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യും, ചിലപ്പോൾ നോൺ വെജ് വരെ കഴിച്ചെന്നും ഇരിക്കും. അതാ അഭിയുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു നമ്മുടെ ആദർശ്. അതിൻ്റെ ശിക്ഷ അവന് പലപ്പോഴും കിട്ടിയിട്ടുമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ ഈ 18-ാം പടിയുടെ മുന്നിൽ ചിരട്ടയടിക്കുന്ന സമയത്ത് അവൻ്റെ കാലിൽ ആ തേങ്ങയുടെ ഇത് കാലിൽ തറഞ്ഞു കയറി. അന്ന് അവൻ ആ പടി കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം വ്രതമൊക്കെ എടുത്ത് അവൻ പോകുന്നതെന്നൊക്കെ പറയും. പിന്നെ അവിടെയും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് തമ്പുരാനും മാത്രം അറിയാമെന്നും പറഞ്ഞു. അപ്പോൾ അവൻ്റെ സ്വഭാവം മാറാനും കൂടി ആവട്ടെ ഇത്തവണത്തെ യാത്ര എന്ന് പറയുമ്പോൾ അവനെയും അപ്പച്ചിയെയും ദൈവങ്ങൾ വിചാരിച്ച പോലും മാറ്റാൻ പറ്റുന്ന കാര്യമല്ലെന്ന് ആദർശ് നയനയോട് പറയുകയും ചെയ്തു. നേരത്തേക്കും നമ്മുടെ നയന ഒന്ന് ചിരിച്ചു. വേഗം തന്നെ ആദർശ് നയനയുടെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക. അപ്പോൾ നമ്മുടെ ആദർശനോട് ആരോഗ്യപരവും കാര്യങ്ങളൊക്കെ ചോദിച്ചു, പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പോകുന്നുണ്ട്, എരുമേലിയിൽ ചെന്നിട്ട് നടന്നല്ലേ പോകുന്നത്, അതുകൊണ്ട് ദിവസവും നടക്കുന്നത് നല്ലതാണെന്ന് ആദർശ നയനയോട് പറയാം. ഇരുമുടി കെട്ടുന്ന സമയത്ത് അവിടെ വേണമെന്നുണ്ട് എനിക്കെന്ന് നയന പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എന്തായാലും പോകുന്നതിന് മുൻപ് ഞാനിവിടെ വന്നിട്ടേ പോകത്തുള്ളൂ എന്ന് ആദർശ നയനയോട് പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ചിരിച്ച് കേട്ടോണ്ടിരിക്കുക നയന. അവിടെ ചെന്നിട്ട് സ്വാമിയുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയണോ? അപ്പോൾ അത് പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ പറയാം എന്ന് നയന ആദർശനോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കുറേ നേരം കണ്ണിലൊക്കെ നോക്കി ഇങ്ങനെയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ അനന്തപുരി തറവാട് അതേ നടക്കുന്നു. ആ പൂതന രാത്രി ഉറക്കവും പോലുമില്ല, തുള്ളിച്ചാടി താഴേക്ക് ഇറങ്ങി വരുവാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നവ്യ അവിടുന്ന് വരുന്നു. നവ്യയെ കണ്ടപ്പോഴേക്കും ഇവളെ തുറിച്ച് നോക്കിയാണ് നിൽക്കുന്നത്. ഇവളെ കണ്ടപ്പോൾ നവ്യയും ഇങ്ങനെ പിശാചാണല്ലോ മുന്നിലെന്ന് ഓർത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അനാമിക തുള്ളിച്ചാടി വരുന്നു നവ്യയുടെ മുന്നിലേക്ക്. അടുത്ത വഴക്കിനുള്ള പരിപാടിയാണ്. എല്ലായിടത്തും പരാതി പറഞ്ഞല്ലോ ഞാൻ നിന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന്, എന്നിട്ട് എന്നെ ഇവിടെ നിന്ന് പുകച്ചായിരുന്നു എന്ന് നവ്യ ചോദിച്ചു. അപ്പോൾ പുകച്ചാലും പോവത്തില്ലല്ലോ. അപ്പോൾ ഇല്ലടി പോവത്തില്ല, അങ്ങനെ പോവേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മുടെ നവ്യ. ഞാൻ പറഞ്ഞത് സത്യമായ കാര്യമാണ്, നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും ഞാനും എൻ്റെ അനിയത്തിയൊന്നും പോകാൻ പോണില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഒരുത്തി ഇങ്ങോട്ട് വരാനായിട്ട് അവസരം കാത്ത് നിൽക്കുകയാണല്ലോ, അവളെയും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാത്തതേ അബദ്ധമായി എന്ന് ഈ വീട്ടിലിപ്പോൾ എനിക്ക് മാത്രമല്ല പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു നമ്മുടെ നവ്യ. അതിനു വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് ഈ അനാമിക പറഞ്ഞപ്പോൾ അവസരം ഉണ്ടാക്കുന്നതേ അത് നീ തന്നെയാണെന്നും നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാതെ ഏത് നേരവും അവനെ ചൊൽപ്പടിക്ക് നിർത്താനായിട്ടല്ലേ നീ ശ്രമിക്കുന്നതെന്നും നവ്യ ചോദിച്ചു. അപ്പം പിന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് നീ മെല്ലെ മെല്ലെ മാഞ്ഞു പോവത്തേ ഉള്ളൂ. ഏതായാലും ഈ പറയുന്നവള് നിന്റെ ഭർത്താവിൻ്റെ മനസ്സിലുണ്ടല്ലോ എന്ന് അനാമിക. ഇല്ല, അത് പറയാനേ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലടി എന്ന് നവ്യൻ തിരിച്ചു പറഞ്ഞു. ഈ വീട്ടിലെ തലതിരിഞ്ഞ സന്തതിയായി പോയി ഞാൻ കല്യാണം കഴിച്ചത്. എന്നാൽ ആദർശേട്ടനും അനിയും ഒന്നും അങ്ങനെ അല്ല. രണ്ടാളുടെയും സ്വഭാവം അത് നല്ലതാണെന്ന് നയന പറഞ്ഞു കേട്ടോ, നവ്യ പറഞ്ഞു കേട്ടോ. ആ സമയത്ത് അനിയെപ്പോലെയാണ് അഭിയുടെ സ്വഭാവമെങ്കിലേ ഞാനിപ്പോൾ റാണിയായിട്ട് ഇവിടെ ജീവിച്ചേനെന്നും നവ്യ പറഞ്ഞു കേട്ടോ. അനിയുടെ സ്വഭാവം നല്ലതാണെന്ന് എനിക്കും അറിയാം, അവനെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്നതേ നിൻ്റെയൊക്കെ അനിയത്തിയാണെന്നും പറഞ്ഞ് അനാമിക നവ്യയോട് പറഞ്ഞു. പിന്നെ ഒരുത്തി ഉണ്ടല്ലോ അനന്തപുരി തറവാട്ടിലെ പരിശുദ്ധ എന്ന് പേരെടുത്തവള്,
അവളും ഹനിയുടെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, എടി അന്നപുരി തറവാട്ടിലെ പരിശുദ്ധിയായ മരുമകൾ എന്നുള്ളൊരു പേര് അവൾക്കുണ്ടെങ്കിലേ ആ പേര് നയനയ്ക്ക് 100% യോജിച്ച പേര് തന്നെയാടി. അവളെ പോലെയുള്ള പെൺകുട്ടികളെ ഇക്കാലത്ത് കുറവാണെന്നും മുഖത്ത് നോക്കി നമ്മുടെ നവ്യ വിളിച്ച് പറയുന്നു. ഇവക്കാണ് സഹിക്കുന്നില്ല, എനിക്ക് പോലും അവളുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല എന്ന് നവ്യ പറഞ്ഞപ്പം, നീ നിൽക്കണ്ട, പക്ഷെ അവളുടെ മുന്നിൽ ഞാൻ തലയുയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. അത്രയ്ക്ക് കൊള്ളരുതാത്ത സ്വഭാവം അവളുടേതെന്ന് പറയുമ്പോൾ, ദേ നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ അവളെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ മോന്ത കണ്ണാടി നോക്കുമ്പോൾ അതിൻ്റെ ഷേപ്പ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം നീ എന്നെ തല്ലുപടി, ധൈര്യം ഉണ്ടെങ്കിൽ തല്ലടി എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ചെന്നങ്ങ് കീർമസാഹി കേട്ടാൽ ആളെ മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ കൊറോണ അടിച്ച് പുകയ്ക്കാൻ വേണ്ടി തന്നെ തയ്യാറെടുത്ത് കയ്യോങ്ങി നമ്മുടെ നവ്യ ഇങ്ങനെ നിൽക്കുകയാണ് അവരുടെ മുന്നിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചാൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.